കൂലി കൂടി കാശു തരൂ എന്നോതി അന്നവർ കാശില്ലാത്ത ഫക്കീറിൻ ഷർട്ടും മുണ്ടുമേ ഊരി ഉടനടിയിൽ ദ്രുതഗതിയിൽ അടിവസ്ത്രം ധരിച്ചെന്നത് CM ഷേഖ് കറങ്ങുന്നേ കാനനവിൽ തന്നെ ഷേഖ് കറങ്ങുന്നേ കാനനവിൽ തന്നെ CM ഷേഖ് എന്നൂര് പദയാത്ര മൈസൂര് കാടുകൾ കേറിയ കാട്ടാനകളും കൂടി വസിത്താരേ സോദരരായി നേരേ കൂടി വസിത്താരേ സോദരരായി നേരേ. കൊടും കാട്ടിലൂടെ മൈസൂരിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. റോഡിനരികിലെത്തിയപ്പോൾ അതാ ഒരു ഹോട്ടൽ. ജനങ്ങൾ അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. മഹാൻ വേഗം ഹോട്ടലിലേക്ക് കയറി. സ്വാദിഷ്ടമായ ഹോട്ടൽ ഭക്ഷണം മഹാനരുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. നല്ല പോലെ ഭക്ഷണം കഴിച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുകയാണ് മഹാൻ. ഹോട്ടലുടമയും പരിവാരങ്ങളും വയ്യാലെ ഓടിക്കൂടി കുപ്പായ കോളറിന് പിടിച്ചു. അവർ ആ യാത്രികന്റെ കീശ തപ്പി പരിശോധന നടത്തി. ഇല്ല, ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിന്റെ പക്കലില്ല. അവർ ആ മഹാനരുടെ ഷർട്ടും മുണ്ടും അഴിച്ചെടുത്തു. കേവലം അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മഹാനവർകൾ മുന്നോട്ട് നീങ്ങി. കണ്ടോ? അപ്പോ വലിയ കായാക്കുണ്ടായ കറാമത്ത് പറയാ. മൈസൂരിലേക്ക് യാത്ര ഹോട്ടലുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നു. ഷെയ്ഖോടി അവിടെ കയറി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കി ഇത് കേൾക്കണ ഒരു മുസ്ലിം എന്താ ചിന്തിക്കുക? ഇപ്പൊ ഇവരുടെ വലിയ വെച്ചാൽ ഭയങ്കര ആർത്തിയായിരിക്കും. ഹോട്ടൽ കണ്ടതിനെ ചാടിക്കയറി. അതിന് ചാടിക്കറിൽ വിശന്നിട്ടാന്ന് സങ്കല്പിച്ചോളൂ. അങ്ങനെ കയറി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പോരാ. പൈസ കൊടുക്കണില്ല, ഒരു മൈൻഡില്ല. ഇറങ്ങി പോരാ. ആള് പിടിച്ചു. എന്തേ പൈസ തരാത്തത്? ഒന്നും വേണ്ടിയില്ല. പോക്കറ്റ് അപ്പി നോക്കി, ഒന്നുമില്ല, 5 പൈസ ഇല്ല. അപ്പോ എന്തെടുത്തു? അവര് ഷർട്ടും കൊണ്ട് ഊരി അവസാനം നിക്കറിട്ട് പോയി. അതാണ് വലിയന്റെ അടയാളം. മാന്റെ സഹോദരങ്ങളെ, ദീൻ പഠിപ്പിച്ച് ഇസ്ലാം പഠിപ്പിച്ച ഒരു തത്വ ഇതാ. വലിയ എന്ന് പറഞ്ഞ ഇങ്ങനാണോ? ഇങ്ങനാണെങ്കിൽ ഇപ്പൊ ലോകത്തുള്ള ആൾക്കാരൊക്കെ വലിയായി കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലും പൂട്ടേണ്ടി വരില്ലേ? കാരണം ഹോട്ടലിൽ കയറി പൈസ കൊടുക്കൂല. അങ്ങനെ വലിയാവും. പൈസ കൊടുത്താൽ പിന്നെ വലിയാവും. അപ്പോ പൈസ ഇല്ലാതെ ഇറങ്ങി വരിക. എന്നിട്ട് എന്റെ ആളുകൾ പിടിക്കുമ്പോൾ നിക്കറിട്ട് പോവുക. ഈ ചിന്താഗതി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ശക്തമായ വേരോട്ടം. യാഥാർത്ഥ്യത്തിന് ഇന്ന് വിലയില്ല, ഉള്ളതിന് ഇന്ന് വിലയില്ല. എന്നാ നിങ്ങൾക്കറിയോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരാളോടൊപ്പം ഭക്ഷണം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് എന്ന വലിയ ഔലിയാക്കളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ വന്നാള് പറഞ്ഞു, ഈ കൊടുത്താള് ഭക്ഷണം കൊടുത്താള് പറഞ്ഞു, അബൂബക്കറെ, ഇത് എങ്ങനെ ഉണ്ടായ ഭക്ഷണം എന്നറിയോ? എങ്ങനെ കിട്ടിയതാണെന്നറിയോ? അത് ഞാനിങ്ങ് വരുന്ന വഴിക്ക് ഒരാൾ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചു. ആ ജോലി എനിക്കറിയാമെന്ന് ഞാൻ നടിച്ചു. സത്യത്തിൽ ആ ജോലി എനിക്കറിയുമായിരുന്നില്ല. എനിക്കറിയാത്തൊരു ജോലി അറിയാമെന്ന് നടിച്ച് ഞാൻ അവിടെ ജോലി ചെയ്ത് കിട്ടിയ ആ പൈസയിൽ നിന്നാണ് നിനക്കിപ്പോൾ ഞാൻ ഭക്ഷണം വാങ്ങി തന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ വായിലേക്ക് കൈയിട്ടിട്ട്, വായിലേക്ക് വിരലിട്ടിട്ട് ആ അകത്ത് പോയ ഭക്ഷണം മുഴുവൻ തുപ്പിക്കളഞ്ഞ, ഉള്ളിലുള്ള ആ ഭക്ഷണം മുഴുവൻ തുപ്പിക്കളഞ്ഞ ഛർദിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉൾക്കൊള്ളാൻ ആളില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശൈഖായി അംഗീകരിക്കുന്ന ആളില്ല. ആ മാതൃക പിൻപറ്റാൻ ആളില്ല. നേരെ മറിച്ചുള്ളതോ ഹോട്ടലിൽ കയറിയ പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോരാ. വിശക്കും മനുഷ്യനാണ്, പൈസ ഇല്ലാതാകും. കയറുമ്പോ പറയാൻ എന്റെ പൈസ ഇല്ല, ഇച്ചിരി ഭക്ഷണം വേണം. ഇല്ലെങ്കിലോ പട്ടിണി കിടക്കണം. അതല്ലേ വലിയ. അല്ലാതെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാല് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാല് അതിനെന്ത് ശ്രേഷ്ഠതയാണ്, അതിനെന്ത് മാന്യതയാണ്? അപ്പൊ എല്ലാവിധ കള്ളത്തരത്തിനും, എല്ലാവിധ തോന്നിയാസത്തിനും, എല്ലാവിധ അക്രമത്തിനും മതത്തിന്റെ ചുവടുണ്ടാക്കി കൊടുക്കുക. മതത്തിന്റെ ഒരു സ്ഥാനം വേണ്ടേ? ഇപ്പൊ നാളെ ഹോട്ടലിൽ കയറി പൈസ കൊടുക്കാൻ ഒരാൾ ഇറങ്ങിയാലും തെളിവില്ലേ? തെളിവ് കിട്ടി. അങ്ങനെ ഹോട്ടലിൽ കയറിയ പൈസ കൊടുക്കാതിരിക്കാൻ പോലും തെളിവ്. ഇതൊക്കെ ഏതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? ഇത് അനീതിയാണ്, മനുഷ്യരിത് ചെയ്യരുതെന്ന് പറയണോ? എന്തൊരു ദുര്യോഗാണിത്! ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണോ? ഇത് ഏതൊരു സാധാരണക്കാരൻ മനസ്സിലാകണല്ലേ? ന്യായാണോ? നീതിയാണോ? എന്നാൽ ഈ രൂപത്തിൽ ഇസ്ലാമികമല്ലാത്ത, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത തോന്നിയാസങ്ങൾക്ക് മതത്തിന്റെ പേരിൽ വേരോട്ടുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അതിനൊരു ദിവ്യത്വം കൂടി, ഒരു ദിവ്യാത്ഭുതം ഉണ്ടാക്കി കൊടുക്കുക. എല്ലാരും അങ്ങനെയാണ്. കാല് വയ്യാത്തവന് കാല് ശരിയാക്കി കൊടുക്കും. തങ്കു ബ്രദർമാര്. അത് കാണുമ്പോ ഇപ്പുറത്തോ സ്വലാത്ത് നഗറുകള്, എല്ലായിടത്തും ഒരു മനുഷ്യനെ ഇങ്ങനെ പരിവേഷപ്പെടുത്തി ഇങ്ങനെ നിർത്തുക. ഒരു ഭാഗത്ത് തങ്കു ബ്രദർ
ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ചാനലുകളിൽ കൂടെ കയറിപ്പറ്റിയിട്ട് ആളുകൾക്കിടയിൽ സുവിശേഷ പ്രസംഗം നടത്തി ആളുകളെ പറ്റിക്കുമ്പോ ഇപ്പുറത്തോ വലിയ ലോഹയിട്ട് വലിയ തലപ്പാവ് ധരിച്ച് പച്ച ഷാലിട്ട് തങ്ങന്മാരുടെ പേരിൽ രംഗത്ത് വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ ദീനിലെ പ്രവാചകരെ നിന്ദിക്കുക. തങ്ങളെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുബൈത്ത് എന്നതാണെങ്കിൽ ഈ അഹ്ലുബൈത്ത് ചൂഷണമാണോ, ചൂഷണോപകരണങ്ങളാണോ, ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണോ? അല്ല. ഇസ്ലാമിൽ അഹ്ലുബൈത്തുണ്ട്. അഹ്ലുബൈത്ത് ഇസ്ലാമിലുണ്ട്. ഹദീസിന്റെ താളുകളിൽ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച ചർച്ചയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ അഹ്ലുബൈത്തിനെ ശ്രദ്ധിക്കണമെന്ന്, അഹ്ലുബൈത്തിനെ നിങ്ങൾ പരിഗണിക്കണമെന്ന്. സഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, ആരാണ് ഈ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ? ആരാണ് ഈ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു, ഹും ആലു അലി വആലു ഉഖൈൽ വആലു അബ്ബാസ് വആലു ഉഖൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കുടുംബക്കാർ, ആലു ജഅഫർ കുടുംബം, ആലു അലി കുടുംബം, ആലു ഉഖൈൽ കുടുംബം, ആലു അബ്ബാസ് കുടുംബം. ഇവരാണ് അഹ്ലുബൈത്ത്. എന്താ ഈ അഹ്ലുബൈത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ? എല്ലാരും കൊണ്ടുവന്ന് വാരിക്കോരം അങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം എന്നാണോ? അല്ല. പ്രവാചകൻ പറഞ്ഞു അവർക്ക് സക്കാത്തിന്റെ മുതൽ സ്വീകരിക്കാൻ പാടില്ല, വരുമാനം കുറയുക. അഹ്ലുബൈത്ത് ആയപ്പോ വരുമാനം കുറഞ്ഞു. മറ്റുള്ളവർക്ക് സക്കാത്തിന്റെ മുതൽ കൊടുക്കുമ്പോ അഹ്ലുബൈത്തിൽപ്പെട്ടാർക്ക് സക്കാത്തിന്റെ മുതലില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കാരക്കയുടെ ചീലെടുത്ത് വായിലേക്കിട്ടു. പ്രവാചകൻ പറഞ്ഞു, മോനെ വേണ്ട, അത് പുറത്തേക്ക് തുപ്പൂ. പ്രവാചകൻ ആ കുട്ടിയുടെ വായിൽ വിരലിട്ട് വായിൽ അകപ്പെട്ടു പോയ ആ കാരക്ക പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത് സക്കാത്തിന്റെ മുതലായാലോ? അതൊരിക്കലും അഹ്ലുബൈത്തിൽപ്പെട്ട ആൾക്ക് അനുവദനീയമല്ല. ആ ഹറാമിന്റെ ഒരു കാരക്ക പോലും അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ അകത്ത് ചെന്നുകൂടാ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന് അഹ്ലുബൈത്തിൽപ്പെട്ട ആൾ ചൂഷണത്തിന്റെ മുന്നിലാണ്. ഒരു വിഷയമാണിത്. നിങ്ങൾക്കറിയാവോ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടാകാനുള്ള ഫിത്നകളെ സംബന്ധിച്ച് വിശദീകരിച്ചു, കുഴപ്പങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ഫിത്ന, ആ ഫിത്നകളെ സംബന്ധിച്ച് വിശദീകരിച്ചിടത്ത് രണ്ടാമത് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോണ ഫിത്നയെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെ പ്രവാചകൻ പറഞ്ഞു, ആദ്യത്തെ ഫിത്ന കഴിഞ്ഞാൽ രണ്ടാമതുണ്ടാകുന്ന ഫിത്നത്തു സറാഇന്റെ ഫിത്നയാണ്. സറാഇന്റെ ഫിത്ന എന്താണ്? പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. സറാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരൽപ്പം ഐശ്വര്യമുണ്ടാവുക എന്നൊക്കെയാണ് അർത്ഥം. ഐശ്വര്യമുണ്ടാവുക എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആ ഫിത്ന ഭയാനകമായ ഫിത്നയാണ്. ആ ഫിത്ന പുറപ്പെടുന്നത് അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ നിന്നായിരിക്കും. അഹ്ലുബൈത്തിൽപ്പെട്ട കാൽച്ചുവട്ടിൽ നിന്നായിരിക്കും ആ ഫിത്ന പുറപ്പെടുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യസമു അന്നഹു മിന്നി, അവൻ വാദിക്കും അവൻ എന്നിൽ നിന്നുള്ള എന്റെ കുടുംബക്കാരാണെന്ന്. വലൈസ മിന്നി, അവനൊരിക്കലും എന്നിൽപ്പെട്ടവനല്ല. നേരെ മറിച്ച് എന്റെ അഹ്ലുബൈത്ത് അവർ മുത്തഖീകൾ മാത്രമാണ്, തഖ്വയുള്ളവൻ മാത്രമാണ്. തഖ്വയില്ലാത്തവൻ എന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ചൂഷണത്തിന് നിൽക്കരുത്. പ്രവാചകൻ പറഞ്ഞു. അബൂദാവൂദ് ധരിക്കുന്ന സഹീഹായ ഹദീസിൽ ഫിത്നയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഈ ഹദീസ് കാണാം. തോന്നിയാസം അക്രമം കാണിച്ചിട്ട് അത് ഞാൻ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്റെ അഹ്ലുബൈത്തല്ല, വലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഫിത്നയെടുത്ത് പരിശോധിച്ചോളൂ. അബ്ദുല്ലാഹ് ഇബ്നു സബ കടന്നു വന്നു. അബ്ദുല്ലാഹ് ഇബ്നു സബന്റെ ഇസ്ലാമിക വിരുദ്ധമായ ആശയം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സബ ചൂണ്ടിയത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്.